ഹരിതേ, നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീടിന്റെ മുറ്റത്തെത്തുമ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിലെ തന്റെ കൂട്ടുകാരിയായ അനു ഹരിതയോട് അത് ചോദിച്ചത്. കേട്ടപ്പോൾ ഹരിത ഒരു നിമിഷം ഒന്ന് ഞെട്ടി. കല്യാണം ഉറപ്പിച്ചെന്നോ? ഹരിത അനുവിനോട് ചോദിച്ചു. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാം. അവൾ അത് പറഞ്ഞ് ഹരിതയെ വീട്ടിലേക്ക് വിളിച്ചു. തന്റെ വീടിന്റെ ഉമ്മറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഹരിത മെല്ലെ അനുവിന്റെ വീട്ടിലേക്ക് നടന്നു. നിന്റെ അമ്മായി ഒന്നും മുറ്റത്തില്ലല്ലോ, ഇനി ഞാൻ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നെന്ന് കരുതും, അനു അവളോട് പറഞ്ഞു. ഇല്ലടി, അവരൊന്നും അവിടെ ഇല്ല. നീ എന്താ പറഞ്ഞത്? എന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? ഹരിത അവളോട് ചോദിച്ചു. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത കുട്ടിയാണ് ഹരിത. അച്ഛൻ ഒരു ബൈക്ക് അപകടത്തിലും അമ്മ ഒരു പനി വന്നും മരിച്ചു പോയതോടുകൂടി നോക്കാൻ ആളില്ലാതായ അവളിപ്പോൾ അമ്മാവന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മാവനും അമ്മായിക്കുമാണെങ്കിലോ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളുടെ പേരിൽ അവളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഒരു വീട് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് മറ്റാരെങ്കിലും അടിച്ചുകൊണ്ടു പോകുമെന്ന് കരുതി അവളെ വീട്ടിൽ താമസിപ്പിച്ചതാണെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഹരിതയെ ഒട്ടും ഇഷ്ടമല്ല. ടൗണിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരിത. ഡിഗ്രി കഴിഞ്ഞ് അവൾക്ക് മുന്നോട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അമ്മാവൻ അവളുടെ പഠിപ്പ് നിർത്തി. വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 10 രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ പാടെ തന്നെ അവളെ ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവളുടെ ചെലവിനുള്ളതും മറ്റും അമ്മാവൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോരാത്തതിന് അവരുടെ വീട്ടു ചെലവിനുള്ളതും അവളുടെ ശമ്പളത്തിൽ നിന്നും കഴിഞ്ഞു പോകും. എന്തൊക്കെയാണെങ്കിലും അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം അവർക്കും വേണമെന്ന പക്ഷക്കാരനാണ് അമ്മാവൻ. അച്ഛനും അമ്മയും ഇല്ലാത്തതോർക്കുമ്പോഴും ചില സമയങ്ങളിൽ ആരുമില്ലാതെ വല്ലാതെ ഒറ്റപ്പെടുമ്പോഴും ഹരിത മനമുരുകി കരയാറുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ഈ ഭൂമി വിട്ടുപോയവരെ ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാവില്ലല്ലോ. അങ്ങനെ പതിവ് പോലെ അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അനു വിളിച്ചത്. നീ എന്താ പറഞ്ഞത്? കല്യാണം ഉറപ്പിച്ചെന്നോ? ആര് പറഞ്ഞു ഇത്? ഹരിത അനുവിനോട് ചോദിച്ചു. അവളുടെ ഉറ്റ കൂട്ടുകാരിയായ അനു അപ്പോൾ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി. നിന്റെ അമ്മായി എന്റെ അമ്മയോട് പറഞ്ഞതാണ് നിന്റെ കല്യാണം ശരിയായെന്ന്. നാളെ ഞായറാഴ്ചയല്ലേ, അവര് വരുന്നുണ്ടത്രേ നിന്നെ കാണാൻ. ആളൊരു 2ാം കെട്ടുകാരനാണ് പോലും. വലിയ കാശുകാരനാണെന്നാടി പറഞ്ഞു കേട്ടത്. പ്രതീക്ഷിക്കാതെ അനുവിന്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ഹരിത ഒരു ഞെട്ടലോടെ നിന്നു. എടി, ഇത്ര പെട്ടെന്ന് കല്യാണമോ? എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഹരിത അനുവിനോട് പറഞ്ഞു. നിന്നോട് മാത്രമല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് അവിടെ ബ്രോക്കറും പയ്യന്റെ അച്ഛനും വന്നിരുന്നു. അവര് സംസാരിച്ചു കഴിഞ്ഞ് തിരികെ പോയി കഴിഞ്ഞ ശേഷം അമ്മ പശുവിന് കഞ്ഞിവെള്ളം എടുക്കാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ നിന്റെ അമ്മായി പറഞ്ഞതാ, കിട്ടാവുന്നതിൽ വെച്ച് നല്ല ബന്ധമാണ്, കാശുകാരനാണ്, 2ാം കെട്ടുകാരനാണെന്നുള്ള ഒരു കുറവേ ഉള്ളൂ, അതൊരു കുറവല്ല എന്നൊക്കെ നിന്റെ അമ്മായി പറഞ്ഞു അത്രേ. അത് അമ്മായി പറഞ്ഞ കാര്യം. പക്ഷേ എന്റെ അച്ഛൻ അറിയുന്ന ആളാണത്. കാശൊക്കെ ഉണ്ട് കേട്ടോ. കാശുകാരനാണെന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആളൊരു ദേശക്കാരനാണ് പോലും. ദേശക്കാരൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞത് ഭയങ്കര കലിപ്പനാണെന്നാ. അനു അത് പറഞ്ഞുകൊണ്ട് ഒന്ന് ഹരിതയുടെ അടുത്തേക്ക് നിന്നു. എടി, ഞാൻ പറഞ്ഞു എന്ന് നീ ആരോടും പറയണ്ട. അവന്റെ സ്വഭാവം കൊണ്ടാണ് അവന്റെ ആദ്യ ഭാര്യ തൂങ്ങി മരിച്ചത് പോലും. അടി കിട്ടിയിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒക്കെ മനമെടുത്ത് ചെയ്തതാണെന്ന്. കല്യാണം കഴിഞ്ഞ് 2 മാസമേ അവന്റെ കൂടെ ജീവിച്ചുള്ളൂ പോലും. അച്ഛൻ പറഞ്ഞതാ കേട്ടോ, അനു രഹസ്യമായി പറഞ്ഞു. അനു അതുകൂടെ പറഞ്ഞു കേട്ടപ്പോൾ ഹരിത ആകെ ഒന്ന് പേടിച്ചു. എന്താടി ഇപ്പോൾ ചെയ്യുക? കേട്ടിട്ട് പേടിയാകുന്നു. ഹരിത അവളോട് പറഞ്ഞു. എനിക്കറിയില്ല, അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും പേടിയാകുന്നു. നീ അമ്മാവനോടും അമ്മായിയോടും നിനക്ക് ഇഷ്ടമില്ല എന്ന് തുറന്നു പറഞ്ഞേക്ക്, അനു അവളോട് പറഞ്ഞു. ഹരിത അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഞാൻ ഇഷ്ടമില്ലെന്ന് തുറന്നു പറഞ്ഞാൽ കേൾക്കുന്ന നല്ല ആളുകളും അവരെന്റെ വാക്കിന് വില വെക്കില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇപ്പൊ തന്നെ ഒരധികപ്പറ്റ് പോലെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ ശമ്പളവും അവര് വാങ്ങിവെക്കും. എന്റെ പറമ്പിലെ തേങ്ങയും മറ്റ് ആദായവും ഒക്കെ അവര് കയ്യിലാക്കുകയും ചെയ്യും. എന്നാൽ അതിന്റെ സ്നേഹം എന്നോടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ല താനും. പിന്നെയാണോ അനു, ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ അവര് കേൾക്കാൻ പോകുന്നത്? അവരെങ്ങനെയെങ്കിലും എന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കും, എനിക്ക് ഉറപ്പാണ്, ഹരിത അവളോട് പറഞ്ഞു. അവളെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കണമെന്നറിയാതെ അനു അവളെ തന്നെ നോക്കി നിന്നു. ആ പെണ്ണിങ്ങോട്ട് എത്തിയില്ലല്ലോ, വരേണ്ട സമയമായല്ലോ. ഉമ്മറത്ത് നിന്ന് അമ്മായി ഇടവഴിയിലേക്ക് കണ്ണും നട്ടു നോക്കുന്നത് അപ്പോൾ അനു കണ്ടു. ഹരിതേ, എടി, അമ്മായി നിന്നെ നോക്കുകയാണെന്ന് തോന്നുന്നു. ദാ മുറ്റത്തുണ്ട്, അനു അവളോട് പറഞ്ഞു. ആ, ഞാൻ വരേണ്ട സമയം കഴിഞ്ഞു. സ്ഥിരമായി വരുന്ന ബസ് പോയി കഴിഞ്ഞ് 2 ബസ് വൈകിയ ഇന്ന് കയറിയത്. നല്ല തിരക്കായിരുന്നു ബസ്സിലൊക്കെ. അമ്മായി എനിക്ക് ഒരുപാട് പണിയെടുത്ത് വെച്ചിട്ടുണ്ടാകും. എന്നെ കാണാഞ്ഞിട്ട് നോക്കുകയാവും. ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ അനു, ഹരിത അവളോട് പറഞ്ഞു. ആടി, നീ ചെല്ല്. ഇനി വൈകി എന്നതിന് നിനക്ക് വഴക്ക് കേൾക്കണ്ട. നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ, അനു അവളോട് പറഞ്ഞു. ശരിയെന്നാൽ, അവൾ അത് പറഞ്ഞുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു. എവിടെ പോയി കിടക്കുകയായിരുന്നടി പെണ്ണെ ഇത്ര നേരം? അവൾ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അമ്മായി നന്നേ കലിപ്പിലായിരുന്നു.
ഞാൻ ബസ് കിട്ടാൻ വൈകി. അവൾ അത് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അമ്മായി അവളെ ഒന്ന് നോക്കി. അവിടെ നിന്നേ, നിന്റെ കല്യാണം ശരിയായിട്ടുണ്ട്, നാളെ അവര് നിന്നെ കാണാൻ വരും. അമ്മായി പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ഷോക്കേറ്റ പോലെ നിന്നു. അനു പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലായി. എന്ത്, എന്റെ കല്യാണമോ? അവൾ അമ്മായിയോട് ചോദിച്ചു. അതെ, നിന്റെ കല്യാണം തന്നെ. നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിലുള്ള ബന്ധമാണ്. നിന്നെ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടവന്. എന്റെ മക്കളെ കൊടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവർക്ക് കല്യാണപ്രായമായിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ബന്ധം വന്നപ്പോൾ തന്തയും തള്ളയും ഇല്ലാത്ത പെണ്ണല്ലേ, രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു. അമ്മായി പറഞ്ഞപ്പോൾ അവൾ അമ്മായിയുടെ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് നോക്കി. എന്താ അമ്മായി ഇത്ര പെട്ടെന്നൊരു കല്യാണം? എനിക്കിപ്പോ കല്യാണം വേണ്ടായിരുന്നു. അവൾ അമ്മായിയോട് മെല്ലെ പറഞ്ഞു. അത് നല്ല കൂത്ത്. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു വെച്ച് നല്ലൊരു ബന്ധം കിട്ടിയപ്പോൾ പെണ്ണിന് കല്യാണം വേണ്ടെന്നോ? നീ അച്ഛനും അമ്മയും ഇല്ലാത്ത പെണ്ണാണ്. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട്. നിന്നെ നല്ലൊരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ അമ്മാവൻ അത്രയും സമാധാനം. ഒരു നല്ല ബന്ധം ശരിയായി വന്നപ്പോൾ വെറുതെ ഉടക്ക് വർത്താനം പറയാൻ നിൽക്കരുത്, കേട്ടോ? നീ അടുക്കളയിൽ മീൻ വാങ്ങി വെച്ചതുണ്ട്, വേഗം ചെന്ന് അത് മുളകിട്ട് വെക്കാൻ നോക്ക്. പിന്നെ ഇവിടെ ഹോളും മറ്റുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണം. നാളെ അവര് കാണാൻ വരുമ്പോൾ കുറച്ച് വൃത്തിയും മെനയും ഒക്കെ വേണ്ടേ? അവര് നാളെ രാവിലെ വരും. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ നിൽക്കരുത്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നിന്നോണം, കേട്ടല്ലോ? അമ്മായി പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം അമ്മായിയെ തന്നെ ഒന്ന് നോക്കി. അവരോട് മറുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ മെല്ലെ അകത്തേക്ക് കയറി. അനു പറഞ്ഞ കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. ആള് രണ്ടാംകെട്ടുകാരനാണോ എന്നുള്ളത്. പക്ഷേ അത് ചോദിച്ചാൽ ആ കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അമ്മായി ചോദിക്കും. അനു ആണ് പറഞ്ഞതെന്നറിഞ്ഞാൽ അവളോട് പിന്നെ അതൊരു ദേഷ്യമാവും. അതിനിട വരുത്തണ്ട എന്ന് കരുതി ഒന്നും പറയാതെ അവൾ അകത്തേക്ക് ചെന്നു. ബാഗ് മേശപ്പുറത്ത് വെച്ച് ഒരു നിമിഷം അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എന്താ ചെയ്യുക? അനു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്റെ ജീവിതം എന്താവും? അവൾ ഒരു നിമിഷം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. എടി പെണ്ണെ, നീ ഡ്രസ്സ് മാറാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ? മീനിതാ വാഷ് ബേസിനിൽ ഇരിക്കുകയാണ്. അത് ചീഞ്ഞു പോകും കേട്ടോ. വേഗം വന്ന് പുളിയും മുളകും ഇട്ട് കറി വെക്കാൻ നോക്ക്. അമ്മായി അപ്പുറത്തു നിന്ന് തൊണ്ട കീറുന്നത് അവൾ മുറിയിലേക്ക് കേട്ടു. അവൾ അപ്പോൾ കട്ടിലിൽ നിന്ന് എണീറ്റു. അയലിൽ തൂക്കിയിട്ടിരുന്ന വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തിട്ടു അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരു ചട്ടി നിറയെ മീനും ഇരിപ്പുണ്ട്. മെല്ലെ അവൾ അവളുടെ ജോലികളിലേക്ക് കടന്നു. പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചു. വൃത്തികേടായി കിടക്കുന്ന അടുക്കള ഒന്നാകെ തൂത്തു തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം പുറത്തേക്കിറങ്ങി. പുറത്തെ അടുക്കള മുറ്റത്തുണ്ടായിരുന്ന ചൂലെടുത്ത് അവിടെ കിടക്കുന്ന കടലാസുകളും ചപ്പുചവറുകളും എല്ലാം വാരിക്കൂട്ടി തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടിട്ടു. ശേഷം പിറകിലെ പൈപ്പിനരികിലിരിക്കുന്ന ബക്കറ്റ് എടുത്ത് മുറ്റത്തേക്ക് നടന്നു. നേരം അപ്പോൾ സന്ധ്യയായി തുടങ്ങിയിരുന്നു. അവൾ നട്ടുപിടിപ്പിച്ച അവളുടെ റോസിനും തുളസിക്കുമൊക്കെ വെള്ളം തളിച്ചു. എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് അവിടെ എങ്ങുമായിരുന്നില്ല. പണിയെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ ശേഷം അവൾ ഡ്രസ്സും എടുത്ത് മേലു കഴുകാൻ കയറി. മേല് കഴുകി വന്ന ശേഷം അടുക്കളയിൽ ഗ്യാസ് അടുപ്പിലേക്ക് വെള്ളം വെച്ച് ചായ തിളപ്പിച്ചു. അമ്മായിക്കും അമ്മാവനും മക്കൾക്കുമുള്ളത് പഞ്ചസാരയിട്ട് മൂടി വെച്ചു. ഒരു ഗ്ലാസ്സിൽ അവൾക്ക് കുടിക്കാൻ അല്പം ചായയും എടുത്ത് അവൾ അവളുടെ റൂമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴും അവളുടെ മനസ്സ് എവിടെയോ ആയിരുന്നു. എന്താ ചെയ്യുക? എങ്ങനെയാ ഈ കല്യാണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? അനു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓർക്കാനേ വയ്യ. ഇപ്പോൾ എത്ര പെൺകുട്ടികളാ ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്തതായി കേൾക്കുന്നത്? അങ്ങനെ ആയിരിക്കില്ലേ ആ ആളിന്റെ ആദ്യ ഭാര്യയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ഒരാൾക്ക് എന്തിനാണ് എന്നെ പിടിച്ചു കൊടുക്കുന്നത്? എന്തു ചെയ്യും ദൈവമേ? അവൾ മുഖം പൊത്തി കരഞ്ഞു. എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര നന്നായി നോക്കിയേനെ, എത്ര നല്ല ബന്ധത്തിലേക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തേനെ. എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ ഒരാൾക്ക് എന്നെ കൊടുക്കുന്നത്? ഞാൻ എന്തു ചെയ്യും? ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെ പോകാനുണ്ട്? എതിർത്ത് പറയാൻ വയ്യല്ലോ. അവളുടെ കണ്ണുകൾ രണ്ടും അപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു. നേരം പുലർന്നു. പതിവ് പോലെ അനു വീടിന്റെ ഉമ്മറവും മുറ്റവും ഒക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടു. ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് തലയിൽ ഒരു തോർത്തും കെട്ടി ഗ്യാസ് അടുപ്പിലേക്ക് ചായ വെച്ചു. ശേഷം ദോശക്കല്ലെടുത്തു വെച്ച് ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മാവൻ ഉറക്കമെണീറ്റ് അങ്ങോട്ട് വന്നത്. ഒരു ഗ്ലാസ് ചായ ഇങ്ങ് തന്നേടി, അമ്മാവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ ജഗ്ഗിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അമ്മാവന് കൊടുത്തു. കുറച്ചു കഴിഞ്ഞാൽ ഉള്ളതിൽ നല്ല ഡ്രസ്സ് എടുത്തിട്ട് ഒരുങ്ങി നിൽക്കാൻ നോക്ക്, നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്, അമ്മാവൻ അവളോട് പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ച് പെട്ടെന്ന് ഇടിക്കാൻ തുടങ്ങി. അമ്മാവാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ ജോലിക്ക് പോയി കുറെ കൂടെ കഴിഞ്ഞിട്ട് മതി. പേടിയോടെയാണെങ്കിലും അവൾ അമ്മാവനോട് പറഞ്ഞു നോക്കി. എന്ത്, കല്യാണം വേണ്ടെന്നോ? ഇത്ര നല്ല ബന്ധമേ ഇനി മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. പുളിങ്കൊമ്പിലേക്കാ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത്. നീ ഈ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ? ഇതൊന്ന് പുതുക്കി പണിയണമെന്നും നന്നാക്കണമെന്നും ഞാൻ എന്നോ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നീ നയിക്കാൻ പോയാലും കിട്ടുന്നത് നക്കാപ്പിച്ചയല്ലേ? അതുകൊണ്ട് നിനക്ക് ഭക്ഷണം തരാൻ തന്നെ തികയില്ല.
നിന്നെക്കൊണ്ടോ ഈ കുടുംബത്തിനൊരു ഉപകാരവുമില്ല. എനിക്കാണെങ്കിൽ അധ്വാനിച്ച് വലിയ കൊമ്പത്തെ വീട് പണിയാനൊന്നും പറ്റുകയുമില്ല. ഇത് നല്ല കാശുള്ള കൂട്ടരാണ്. സ്ത്രീധനം അങ്ങോട്ട് കൊടുത്തല്ല ഇങ്ങോട്ട് വാങ്ങിയാ നിന്നെ പറഞ്ഞയക്കുന്നത്. ആ പയ്യനെന്തോ ജാതകദോഷം കാരണം പെണ്ണ് കിട്ടാനില്ല. നിന്റെ കാര്യത്തിൽ ജാതകമൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. എന്തെങ്കിലും 10 പൈസ ഈ കുടുംബത്തിന് തടയുന്ന കേസാണ്. എടങ്ങേറ് പറഞ്ഞ് അതില്ലാതാക്കാൻ നോക്കിയാൽ വെച്ചേക്കില്ല നിന്നെ ഞാൻ, അമ്മാവൻ അവളോട് പറഞ്ഞു. അമ്മാവൻ പറയുന്നത് കേട്ട് നിൽക്കാനേ അവൾക്കായുള്ളൂ. കേട്ടപ്പോൾ അവൾക്കാകെ വിഷമം തോന്നി. അമ്മാവനോട് മറുത്തൊന്നും പറയാതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ അവരെത്തി. ഉമ്മറത്തുനിന്ന് ഏതോ വണ്ടിയുടെ ശബ്ദം അവൾ കേട്ടിരുന്നു. ദേ അവരെത്തി, വേഗം ചായ എടുക്ക്. അമ്മാവൻ അടുക്കളയിലേക്ക് വന്ന് പറഞ്ഞപ്പോഴാണ് അത് അവരാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഹരിതേച്ചി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പോകുമല്ലേ? അമ്മാവന്റെ മക്കളിൽ ഇളയവളായ സൗമ്യ അടുക്കളയിൽ നിന്ന് അവളോട് ചോദിച്ചു. ഹരിത അപ്പോൾ അവളെ ഒന്ന് നോക്കി. ചായൊക്കെ ഞാൻ എടുത്തോളാം, നീ കിന്നാരം പറഞ്ഞു നിൽക്കാതെ വേഗം ചെന്ന് ഒരുങ്ങാൻ നോക്കടി. അമ്മായി അപ്പോൾ അവളോട് പറഞ്ഞു. ഈ കല്യാണം വേണ്ടെന്ന് അമ്മാവനോടും അമ്മായിയോടും എതിർത്ത് പറഞ്ഞാൽ കുറെ വഴക്ക് തനിക്ക് കേൾക്കുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിത മെല്ലെ അവിടെ നിന്ന് അവളുടെ മുറിയിലേക്ക് ചെന്നു. ഒരുങ്ങാനോ റെഡിയാവാനോ ഒന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു അവൾക്ക്. പക്ഷെ എന്തു ചെയ്യാം, അനുസരിക്കാതെ വയ്യല്ലോ. അവൾ മെല്ലെ അവളുടെ അലമാര തുറന്ന് അതിനകത്ത് നിന്ന് അവളുടെ ഒരു വെള്ള ചുരിദാർ കയ്യിലെടുത്തു. ഡി, നീ ഇതെന്ത് നോക്കി നിൽക്കുകയാണ്? വേഗം അങ്ങോട്ട് എടുത്തിട്ട് ഒരുങ്ങാൻ നോക്ക്. അവര് നിന്റെ സമയം കഴിയുന്നതുവരെ കാത്തുകെട്ടി നിൽക്കില്ല. വന്നവരെ കുറച്ചെങ്കിലും വില വെക്കടി. അമ്മായി അത് പറഞ്ഞ് ഒന്നകത്തേക്ക് എത്തി നോക്കി. അമ്മായി, ഞാൻ റെഡിയായി ഇപ്പോ വരാം, അവരിപ്പോ വന്നല്ലേ ഉള്ളൂ. ഹരിത സങ്കടത്തോടെ അമ്മായിയോട് പറഞ്ഞു. നീ ആരെ കാണിക്കാനാടി ഈ വെള്ള ചുരിദാർ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്നത്? നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അവള് വിധവകളുടെ ഡ്രസ്സും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. വന്ന ചെക്കൻ നിന്നെ കുറച്ച് മെനയിലൊന്ന് കാണട്ടെടി. അമ്മായി അത് പറഞ്ഞ് അവളുടെ അലമാരക്ക് മുന്നിലേക്ക് വന്നു. അധിക ഡ്രസ്സുകളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും കൂട്ടത്തിൽ കണ്ട ഒരു ചുവപ്പ് കളർ ഡ്രസ്സ് അമ്മായി അലമാരയിൽ നിന്നെടുത്ത് അവളുടെ നേരെ എറിഞ്ഞു കൊടുത്തു. ദേ, ഇതിട്ടാൽ മതി. കുറച്ച് പൗഡറൊക്കെ നല്ലപോലെ ഇട്ടോ. കണ്ടാൽ അവൻ ഇഷ്ടപ്പെടണം. കൊമ്പത്തെ ആലോചന വന്നിട്ടും പെണ്ണൊരു മ്ലാനതയിൽ അങ്ങനെ നിൽക്കുകയാണ്. വേഗം അങ്ങോട്ട് ഡ്രസ്സ് മാറ്റാൻ നോക്ക്. ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. അമ്മായി അത് പറഞ്ഞ് വേഗം ചായ എടുക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. സ്ഥിരമായി അമ്മായിയുടെ കുത്തുവാക്കുകളും മറ്റും കേൾക്കാറുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അമ്മായി ചീത്ത പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്തേക്ക് വന്ന കണ്ണുനീർ തുള്ളികളെ ആരും കാണാതെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ചുവപ്പ് ചുരിദാർ എടുത്ത് ധരിച്ചു. അരവരെ എത്തി നിൽക്കുന്ന നീളൻ മുടി വലിയൊരു ക്ലിപ്പ് വെച്ച് പാതിയോളം ഇറുക്കി വെച്ചു. നേർത്ത കറുകറുത്ത പുരികത്തിന് നടുവിലായി ഒരു കുഞ്ഞു ചുവപ്പ് പൊട്ടുവെച്ചു. അലമാരയിൽ നിന്ന് കയ്യിലേക്ക് അല്പം പൗഡർ തട്ടി പതിയെ മുഖത്തിട്ടു. മാറ്റി റെഡിയായി കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. റെഡിയായി കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മായി ചായ എല്ലാം ഒരുക്കി വെച്ചിരുന്നു. ദേ, ഇത് പിടിച്ച് അങ്ങോട്ട് നടന്നോ, ഞാൻ പിറകിൽ വരാം. അമ്മായി അത് പറഞ്ഞ് പ്ലേറ്റിൽ നിരത്തി വെച്ചിരുന്ന ചായ ഗ്ലാസുകൾ അവളുടെ നേരെ നീട്ടി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ അത് വാങ്ങി. അവള് റെഡിയായില്ലേ, ചായ ഇങ്ങോട്ട് എടുത്തോളൂ. അമ്മാവൻ അപ്പോൾ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ദാ വരുന്നു. അമ്മായി അത് പറഞ്ഞ് അവളെ ഒന്ന് മുന്നോട്ട് തള്ളി. അവൾ അപ്പോൾ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ കസേരയിൽ അപ്പോൾ ആരൊക്കെയോ ഇരിക്കുന്നുണ്ടായിരുന്നു. നാണം കാരണമല്ല, വിഷമം കാരണം ഹരിത തലപൊന്തിച്ച് ആരെയും നോക്കിയില്ല. ചായ അങ്ങോട്ട് കൊടുത്തോളൂ. അവൾ ചായ അവിടെ മേശപ്പുറത്ത് വെച്ച് പിന്തിരിഞ്ഞു പോരാൻ നോക്കുമ്പോഴാണ് അമ്മാവൻ അത് പറഞ്ഞത്. ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കൂ, അവര് നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. അമ്മാവൻ ഒരു ചിരിയോടെ അത് പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇരിക്കുന്ന ഒരാൾക്കരികിലേക്ക് ചായയും കൊണ്ടു ചെന്നു. അല്പം പ്രായം തോന്നിക്കുന്ന കാണാൻ നല്ല മെനയുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. അവൾ ചായ ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിയപ്പോൾ അയാൾ അവളെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു. തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരാളോട് തിരിച്ചു ചിരിക്കണ്ടേ എന്ന് കരുതി അവളും ഒന്ന് മെല്ലെ ചിരിച്ചു. ശേഷം അവൾ ചായ കൊണ്ടു കൊടുത്തത് അവനായിരുന്നു, കാർത്തിക്കിന്. ചായ ഗ്ലാസ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ഹരിതയെ ഒന്ന് നോക്കി. ആ ചുവപ്പ് ചുരിദാറിൽ ഇടതൂർന്ന നീളൻ മുടിയോടെ നിൽക്കുന്ന ഹരിതയെ കണ്ടപ്പോൾ കാർത്തിക്കിന്റെ മനസ്സൊന്ന് വല്ലാതെ നിറഞ്ഞു. അവൾ ആളൊരു പാവമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് തോന്നി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ അവളെ ഒന്ന് നന്നായി നോക്കി. ഹരിത പ്രതീക്ഷിച്ചതിലും എത്രയോ ചെറുപ്പമായിരുന്നു കാർത്തിക്. കാണാൻ നല്ല ഭംഗിയുള്ള വെട്ടിയൊതുക്കിയ കറുത്ത താടിയും വെളുത്ത നിറവും മിലിറ്ററി കട്ടിൽ വെട്ടിയ മുടിയുമൊക്കെയായി നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഹരിത ചായ ഗ്ലാസ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കാർത്തിക് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ വേഗം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൂടെ ചായ കൊടുത്തു. ശേഷം പ്ലേറ്റ് അവിടെ വെച്ച് പുറകിലോട്ട് മാറി നിന്നു. ദേ, ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അച്ഛനും ബ്രോക്കറുമാണ്. അവൾ അകത്തേക്ക് പോകുമ്പോൾ അമ്മാവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ ഒന്ന് അവിടെ തന്നെ നിന്നു. ഹരിത ഏതുവരെ പഠിച്ചു?
കാർത്തിക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞു. അവൾ മെല്ലെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ടൗണിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാ ഇപ്പൊ ജോലി. അല്ലെങ്കിലും പെൺപിള്ളേർക്ക് എന്തിനാ എത്രയെങ്കിലും പഠിപ്പ്? ആവശ്യത്തിനുള്ളതായല്ലോ, അമ്മാവൻ അപ്പോൾ പറഞ്ഞു. കാർത്തിക്കും അച്ഛനും അപ്പോൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഹരിത അപ്പോൾ മെല്ലെ അകത്തേക്ക് മാറി നിന്നു. അവർ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. പെൺകുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോളൂ കേട്ടോ. അതല്ല, ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതുമാവാം. അമ്മാവൻ ഒരു ചിരിയോടെ അവരോട് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതാണല്ലോ. കുട്ടിയെ മാത്രം മതി ഞങ്ങൾക്ക്. മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവന് ചേരുന്ന നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാർത്തിക്കിന്റെ അച്ഛനാണത് പറഞ്ഞത്. അല്ല, കാർത്തിക്കിന് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആയിക്കോളൂ കേട്ടോ, അമ്മാവൻ പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് എന്തായാലും ഹരിതയെ ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് കൂടി താല്പര്യമാണെങ്കിൽ അധികം വൈകിക്കാതെ നമുക്കിത് നടത്താം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കാർത്തിക് പറഞ്ഞു. അകത്തേക്ക് കയറിയ ഹരിത അവന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അപ്പോഴും അനു പറഞ്ഞ കാര്യമായിരുന്നു. ആദ്യ ഭാര്യ അവന്റെ ഉപദ്രവം കാരണം തൂങ്ങി മരിച്ചതാണ്. ഒട്ടും താല്പര്യമില്ലാതെ ആയിരുന്നു അവൾ അവിടെ നിന്നത്. അപ്പോഴൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് ആർഭാടമായിട്ടൊന്നും വേണമെന്നില്ല. നിങ്ങളൊരു വിവരം പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് നടത്താം. അല്ല, വലിയ തോതിൽ നടത്തണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് കേട്ടോ, കാർത്തിക്കിന്റെ അച്ഛൻ അമ്മാവനോട് പറഞ്ഞു. ഞങ്ങൾക്കങ്ങനെ ആർഭാടമായിട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഇനി ഫോൺ വിളിച്ച് മറുപടി പറയാൻ കാത്തു നിൽക്കുകയോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് സമ്മതമാണ്. ഒക്കെ പറഞ്ഞ പോലെ തന്നെ അമ്മാവൻ അവരോട് പറഞ്ഞു. അമ്മാവൻ അത് പറഞ്ഞപ്പോൾ കാർത്തിക് അമ്മാവനെ നോക്കി ഒന്ന് ചിരിച്ചു. കാർത്തിക് മാത്രമല്ല, അവന്റെ അച്ഛനും. എന്നാ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാമോ? ഞങ്ങൾ ഇറങ്ങട്ടെ, ഒന്ന് പറഞ്ഞിട്ട് പോകാലോ. വളരെയേറെ മാന്യതയോടെയാണ് കാർത്തിക്കിന്റെ അച്ഛൻ അത് പറഞ്ഞത്. ഹരിതയെ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മാവൻ അപ്പോൾ ഹരിതയെ വിളിച്ചു. അവൾ അപ്പോൾ മെല്ലെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. ഞങ്ങൾ എന്നാ പോയി വരാം മോളെ. സന്തോഷമായിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് മോളെ ഒരുപാട് ഇഷ്ടമായി. വളരെ സ്നേഹത്തോടെ ആ പ്രായം ചെന്ന മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ അയാളുടെ സംസാരത്തിൽ വല്ലാത്തൊരു വാത്സല്യമുള്ളതുപോലെ അവൾക്ക് തോന്നി. അമ്മാവനും അമ്മായിയും ഇന്നുവരെ തന്നോടൊന്നും നല്ല നിലയ്ക്ക് സംസാരിച്ചിട്ടില്ല. പക്ഷേ കാർത്തിക്കിന്റെ അച്ഛൻ വളരെ മാന്യതയോടെ വളരെ വിനയത്തോടെയാണ് അത് പറഞ്ഞത്. അവൾ അപ്പോൾ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ, കാർത്തിക് അപ്പോൾ അവളെ നോക്കി പറഞ്ഞു. അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്ന് ചിരിച്ചു. എങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവനെ വല്ലാതെ പേടിയായിരുന്നു. അനു പറഞ്ഞ പോലെ ഇവൻ ഇനി തന്നെ ഉപദ്രവിക്കുമല്ലോ എന്നൊക്കെയുള്ള പേടി. പെരുമാറ്റത്തിലും സംസാരത്തിലും കാർത്തിക്കിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും അവന്റെ ആദ്യ ഭാര്യ അവന്റെ ഉപദ്രവം കാരണം മരിച്ചതല്ലേ. പുറമെ അവരോട് ചിരിച്ചുവെങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളം വല്ലാതെ പിടയുകയായിരുന്നു. പേടിയോടെ നിൽക്കുന്ന അവളെ നോക്കി അവരൊന്നുകൂടെ യാത്ര പറഞ്ഞു. വളരെ സ്നേഹത്തോടെ അവളോട് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും പടിയിറങ്ങി. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ കേട്ടോ. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ബ്രോക്കർ തിരികെ വന്ന് അമ്മാവനോട് കൈ കൊടുത്തിട്ട് പറഞ്ഞു. അല്ല, അവര് പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങോട്ടൊന്നും വേണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അമ്മാവൻ അപ്പോൾ ബ്രോക്കറോട് ചോദിച്ചു. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. നിങ്ങൾക്ക് വീട് പണിയാനും അതല്ലാതെ ചില്ലറ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിനെന്തെങ്കിലും സഹായം വേണം, അത് അവർ ചെയ്തോളും. ഞാൻ പറഞ്ഞില്ലേ, നല്ല കാശുള്ള കൂട്ടരാണ്. ആ ചെക്കൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ അവർക്ക്. അവന്റെ അച്ഛനെ കണ്ടില്ലേ, നല്ല വിനയത്തോടെയുള്ള പെരുമാറ്റമാണ്. നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ വേണ്ടതൊക്കെ അവര് ചെയ്തോളും. പിന്നെ അവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കാര്യം മറക്കാതിരുന്നാൽ മതി. എനിക്ക് വേണ്ടതൊക്കെ ഇങ്ങ് തന്നേക്കണം. ബ്രോക്കർ അമ്മാവനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ തരാം. ആദ്യം ഈ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്ക്. വീട്ടിൽ വന്ന് കയറിയിട്ട് ഞാൻ അവരോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാ ചോദിക്കാതിരുന്നത്, അല്ലാതെ ചോദിക്കാൻ മടിയുണ്ടായിട്ടല്ല, അമ്മാവൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബ്രോക്കർ അത് പറഞ്ഞ് അവർക്ക് പിറകെ വേഗത്തിൽ ഓടി. അവര് പോയി കഴിഞ്ഞ ശേഷം ഹരിത റൂമിലേക്ക് ചെന്നു. അവൾ മെല്ലെ അവളുടെ കട്ടിലിലേക്ക് ഇരുന്നു. വിനയത്തോടെയൊക്കെയാണ് അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം. പക്ഷേ അത്ര സ്നേഹമുള്ള കൂട്ടരായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നില്ലല്ലോ. എന്റെ ജീവിതം എന്താകും ദൈവമേ. അവൾക്ക് അവളുടെ കരച്ചിലിനെ അടക്കി വെക്കാനായില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു മക്കളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കരുത്. കാരണം ബന്ധുക്കാരുടെ ഇടയിൽ പെട്ടുപോയാൽ എല്ലാവരുടെ ഗതിയും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് അവൾ അവളുടെ മുഖം പൊത്തി അവിടെയിരുന്നു. ഒന്നും ചെയ്യാനാവാത്ത അവളുടെ നിസ്സഹായാവസ്ഥ അധിക ദിവസത്തേക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ദിവസം എത്തി.
അവളുടെ കല്യാണ ദിവസം. കല്യാണത്തിന് അവൾക്ക് അണിയാനുള്ള സാരിയും സ്വർണവുമെല്ലാം വാങ്ങി നൽകിയത് കാർത്തിക്കിന്റെ അച്ഛനാണ്. തലേ ദിവസം അവര് കൊടുത്തയച്ച സാരിയും സ്വർണവുമെല്ലാം അണിഞ്ഞ് പിറ്റേന്ന് അതിസുന്ദരിയായിരുന്നു ഹരിത. അമ്മായിക്കും അമ്മാവനും അവളുടെ സ്വർണം അടിച്ചു മാറ്റാൻ ഒരു കണ്ണുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊന്നും എടുക്കരുത്, അവരറിഞ്ഞാൽ മോശമാണെന്ന് ബ്രോക്കറുടെ താക്കീതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും അവർക്ക് അതിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു നീല സാരിയായിരുന്നു അവർ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിരുന്നത്. അധിക വർക്കുകളൊന്നുമില്ലാത്ത നീല പട്ടുസാരിയും നീല ബ്ലൗസും അതിൽ നിറയെ സ്വർണവും നെറ്റിപ്പട്ടവും പൊട്ടും ചന്ദനക്കുറിയും മുല്ലപ്പൂവും ഒക്കെയായി ഹരിതയെ കാണുമ്പോൾ ആർക്കും കണ്ണെടുക്കാൻ തോന്നാത്തത്ര സൗന്ദര്യമുണ്ടായിരുന്നു. ഹരിതയുടെ അമ്മാവനും അമ്മായിയും മക്കളും പിന്നെ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ അനുവും മാത്രമേ അവളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ. കല്യാണ വേഷത്തിൽ സുന്ദരിയായി നിൽക്കുന്ന ഹരിതക്കരികിലേക്ക് അനു വന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മെല്ലെ അവളെ ചേർത്തു പിടിച്ച് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. നല്ല ജീവിതമുണ്ടാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അനു അത് പറഞ്ഞപ്പോൾ ഹരിതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മനസ്സ് നിറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശംസിക്കാനും പ്രിയ കൂട്ടുകാരിയായ അവൾ മാത്രമേ ഉള്ളൂ എന്ന് ഹരിതയ്ക്കറിയാം. അമ്മാവനും അമ്മായിയും താൻ എന്ന ശല്യത്തെ ഇന്നു മുതൽ ഇറക്കി വിടുകയാണ് ഇവിടെ നിന്ന്. കല്യാണ ദിവസമായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ കുന്നോളം വിഷമങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് തന്നെ അവൾ ആ വീടിന്റെ പടിയിറങ്ങി. അവർക്ക് പോകാനുള്ള വണ്ടി അപ്പോൾ മുറ്റത്ത് റെഡിയായിരുന്നു. കാർത്തിക്കിന്റെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് ഹരിതയും വീട്ടുകാരും എത്തിയത്. അവിടെ അപ്പോൾ ഹരിതയുടെ കഴുത്തിൽ അണിയാനുള്ള താലി പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂജാരി. തൊട്ടടുത്തായി കാർത്തിക്കും അച്ഛനും അവന്റെ വേണ്ടപ്പെട്ട കുറച്ചാളുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തി കേട്ടോ. പുറകിൽ നിന്ന് അമ്മാവന്റെ വിളി കേട്ടപ്പോഴാണ് കാർത്തിക് തിരിഞ്ഞു നോക്കിയത്. പെട്ടെന്ന് തിരിഞ്ഞ മാത്രയിൽ ഹരിതയെ കണ്ടതും അവനൊന്ന് വല്ലാതെ ഞെട്ടിപ്പോയി. കണ്ണെടുക്കാനാവാത്ത പോലെ, കണ്ടാൽ ആരും ഒന്ന് നോക്കി നിൽക്കുന്ന പോലെ അത്രയും സുന്ദരിയായി അവൾ നടന്നു വരുന്നത് അവൻ അവന്റെ കണ്ണിമ ചിമ്മാതെ കണ്ടു. അവളെ കണ്ടപ്പോൾ കാർത്തിക്കിന്റെ അച്ഛന്റെ ചുണ്ടിലും ചിരി പടർന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെയായി കാർത്തിക്കും അതിസുന്ദരൻ തന്നെയായിരുന്നു. ഹരിത അരികിലേക്ക് എത്തുവോളം അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കാർത്തിക്കിന്റെ അച്ഛനും അവളെ തന്നെ നോക്കി നിന്നു. അവർക്കരികിലെത്തിയപ്പോൾ ഹരിത അച്ഛന്റെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. വാത്സല്യത്തോടെ ചിരിച്ചു നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിലെന്തോ ഒരാശ്വാസം തോന്നി. അവൾ അച്ഛനരികിലേക്ക് ചെന്ന് വേഗത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു. മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാർത്തിക് അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൾ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി ഒന്ന് തൊഴുതു. കാർത്തിക് അപ്പോൾ അവളുടെ അരികിൽ നിന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ശേഷം അവനും ശ്രീകോവിലിലേക്ക് നോക്കി തൊഴുതു. അല്പം കഴിഞ്ഞപ്പോൾ നട തുറന്ന് പൂജാരി ഒരു താലമായി വന്നു. കുട്ടികൾ രണ്ടാളും എത്തിയല്ലേ, ഇങ്ങോട്ട് കയറി നിന്നോളൂ. ശ്രീകോവിലിന്റെ മുന്നിലുള്ള മണ്ഡപത്തിലേക്ക് കയറി നിന്നുകൊണ്ട് പൂജാരി പറഞ്ഞു. കാർത്തിക് അപ്പോൾ ഹരിതയെ ഒന്ന് നോക്കി. കാണാൻ സുന്ദരിയായിരുന്നെങ്കിലും അവളുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടായിരുന്നില്ല അപ്പോൾ. എങ്കിലും എന്തിനേയും വെല്ലുന്ന സൗന്ദര്യം അത്രമാത്രം ഉണ്ടായിരുന്നു അവൾക്ക്. കാർത്തി, കുട്ടിയുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറിക്കോളൂ, അച്ഛൻ അവനോട് പറഞ്ഞു. കാർത്തിക് അപ്പോൾ അവളെ ഒന്ന് നോക്കി. ശേഷം അവളുടെ കയ്യിൽ മെല്ലെ ഒന്ന് പിടിച്ചു. ആദ്യമായി അവന്റെ കൈ അവളുടെ കയ്യിൽ തൊട്ടപ്പോൾ അവൾ ഒന്ന് അവനെ നോക്കി. ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരിയോടെ കാർത്തിക് അവളുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവനൊപ്പം അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ മണ്ഡപത്തിലേക്ക് കയറി. മണ്ഡപത്തിലെത്തിയ ശേഷം അവൻ അവളുടെ കയ്യിൽ നിന്ന് മെല്ലെ പിടുത്തം വിട്ടു. ശേഷം പൂജാരിയെ നോക്കി ഒന്ന് കൈകൂപ്പി. അവളും അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു. അമ്മായി അപ്പോൾ അവൾ അണിഞ്ഞിരിക്കുന്ന പൊന്നൊക്കെ കണ്ട് അതിശയിച്ചു നിൽക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് തള്ളിയ കണ്ണാണെങ്കിലും ഇതുവരെ ആ കണ്ണിന്റെ തള്ളൽ അടങ്ങിയിട്ടില്ല. വാ പൊളിച്ചു നോക്കണ്ട, എല്ലാവരും കാണും നിന്റെ ആക്രാന്തം, അമ്മാവൻ അപ്പോൾ അമ്മായിയോട് പറഞ്ഞു. എന്നാലും എനിക്കിവർ വാങ്ങിക്കൊടുത്ത പൊന്ന് കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല, അമ്മായി അമ്മാവനോട് രഹസ്യം പറഞ്ഞു. അപ്പോഴേക്കും മണ്ഡപത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. രണ്ടുപേരുടെ തലയിലും പുണ്യാഹവെള്ളം തളിച്ച ശേഷം പൂജാരി താലത്തിൽ നിന്ന് താലിയെടുത്ത് കാർത്തിക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യമായി കുട്ടിയെ അണിയിച്ചോളൂ. പൂജാരി താലി അവന്റെ നേരെ നീട്ടിയപ്പോൾ കാർത്തിക് ഒന്നുകൂടെ ഹരിതയെ നോക്കി. ശേഷം മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാരിയുടെ കയ്യിൽ നിന്ന് ആ താലി കയ്യിൽ വാങ്ങി. ദൈവത്തെ നല്ലപോലെ മനസ്സിൽ വിചാരിച്ച് അവളെ അത് അണിയിച്ചോളൂ മോനെ, അച്ഛൻ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അവളുടെ കഴുത്തിനു നേരെ കൈ ഉയർത്തിക്കൊണ്ട് കാർത്തിക് അവളെ താലി ചാർത്തി. അവളുടെ വിടർന്ന നെഞ്ചിലേക്ക് അവന്റെ പേര് കുത്തിയ സ്വർണത്തിൽ തീർത്ത അതിമനോഹരമായ ആ താലി അവൻ പതിയെ ചാർത്തുമ്പോൾ ഹരിത പ്രാർത്ഥനയിലായിരുന്നു. അച്ഛനും അമ്മയും പോയ ശേഷം ഇന്നോളം കഷ്ടപ്പാട് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ ദൈവമേ. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്.
പേടിയുണ്ട്, എങ്കിലും നല്ലൊരു ജീവിതം തരണേ. ഈ താലി അണിയിക്കുന്ന ആൾക്ക് ഒരു മാറ്റമുണ്ടാകണേ. എന്നോട് നല്ല രീതിയിൽ പെരുമാറണേ. സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണമേ. അവൾ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു. തന്റെ പേര് കുത്തിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കാർത്തിക്കിന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. സ്നേഹത്തോടെയും അത്യധിക വാത്സല്യത്തോടെയും അവൻ അവളെ നോക്കി. ശേഷം അവന്റെ താലിയുടെ അവകാശിയുടെ നെറുകിൽ അവൻ അവന്റെ കൈവിരലുകളാൽ കുങ്കുമം അണിയിച്ചു. നീലസാരിയിൽ അതിമനോഹരമായിരിക്കുന്ന അവളുടെ നെറ്റിയിലേക്ക് കടും നിറത്തിലുള്ള കുങ്കുമത്തിന്റെ ചുവപ്പുകൂടി പടർന്നപ്പോൾ ഈ ലോകത്തേക്ക് വെച്ച് അവളെ ഏറ്റവും സുന്ദരിയാകുന്ന പോലെ കാർത്തിക്കിന് തോന്നി. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അവൻ അവന്റെ പെണ്ണിനെ നോക്കി. ഗോവിന്ദ, നന്നായി പ്രാർത്ഥിച്ച് നല്ല മനസ്സോടെ കുട്ടിയെ അവന് കൈപിടിച്ചു കൊടുക്കുക. കാർത്തിക്കിന്റെ അച്ഛൻ അപ്പോൾ അമ്മാവനോട് പറഞ്ഞു. അത് കേട്ടപ്പോളെ അമ്മാവൻ വേഗം മണ്ഡപത്തിലേക്ക് ചാടിക്കയറി. പ്രാർത്ഥനയോടെ ഒന്നുമല്ലെങ്കിലും അവളുടെ കൈപിടിച്ച് ധൃതിയിൽ കാർത്തിക്കിനെ ഏൽപ്പിച്ചു. ബ്രോക്കർ പറഞ്ഞ സഹായമായിരുന്നു അപ്പോഴും അമ്മാവന്റെ മനസ്സിൽ. ഹരിതയുടെ കൈ വളരെ സുരക്ഷിതമായി കാർത്തിക്കിന്റെ കയ്യിൽ അമർന്നു. അതെ, ആ രണ്ടാം കെട്ടുകാരൻ ഇന്ന് അവളുടെ ഭർത്താവാണ്. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മണ്ഡപത്തിന് വലം വെച്ചു. അനു അപ്പോൾ തന്റെ കൂട്ടുകാരിയായ ഹരിതയ്ക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ തന്നെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഹരിത കാർത്തിക്കിനൊപ്പം പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അനു അപ്പോൾ അവൾക്കരികിലേക്ക് ചെന്നു. ഹരിത അനുവിന്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് മനസ്സ് തുറന്ന് യാത്ര ചോദിക്കാൻ നീയേ ഉള്ളൂ അനു. പോട്ടെ ഞാൻ. ഹരിത നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പോയിട്ട് വാടി, സന്തോഷത്തോടെ ഇരിക്കേ. അനു സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. അവര് തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും യാത്ര പറയുന്നതുമെല്ലാം കാർത്തിക് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറി. കാറിന്റെ മുൻപിലെ സീറ്റിൽ ഡ്രൈവറും കാർത്തിക്കിന്റെ അച്ഛനും, പിറകിലെ സീറ്റിൽ കാർത്തിക്കും ഹരിതയുമായിരുന്നു ഇരുന്നത്. അമ്മാവനോടും അമ്മായിയോടും മക്കളോടും ഹരിത ടാറ്റ കാണിച്ചെങ്കിലും അവർക്കാർക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല മുഖത്ത്. വെറുതെ ഒരു ആക്ഷൻ എന്ന പോലെ കൈകൊണ്ട് എന്തോ കാണിച്ച് അമ്മായി എങ്ങോട്ടോ തിരിഞ്ഞു. അമ്മാവനാണെങ്കിൽ അപ്പുറത്ത് ബ്രോക്കറോട് എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. യാത്രയാക്കാൻ പോലും വന്നതുമില്ല. കാർത്തിക് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ കാർത്തിക് ഹരിതയെ തന്നെ ഒന്ന് നോക്കി. അവനെന്തോ അവളോട് വല്ലാത്ത ദയ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ മുഖമെന്താ വിഷമത്തോടെ ഇരിക്കുന്നത്? എല്ലാവരെയും പിരിഞ്ഞു വരുന്നത് കൊണ്ടാണോ? കല്യാണ ദിവസമല്ലേ, സന്തോഷമായിരിക്കുക കേട്ടോ. ഇന്നു മുതൽ രണ്ടാളും നന്നായി ജീവിക്കണം. അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. മുന്നിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഹരിതയുടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നി. പെണ്ണ് കാണാൻ വന്ന അന്നു മുതൽ അച്ഛൻ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് തന്റെ വേണ്ടപ്പെട്ടവരായ അമ്മാവനും അമ്മായിയും തന്നെ അവഗണിക്കുമ്പോൾ ഈ അച്ഛൻ എന്ത് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അച്ഛന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും കാർത്തിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിൽ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ആ പേടിയോടെ തന്നെ അവൾ കാറിലിരുന്നു. അല്പസമയം കൊണ്ട് തന്നെ കാർ കാർത്തിക്കിന്റെ വീടിന് മുന്നിലെത്തി. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഏക്കറോളം പറമ്പിന് നടുവിലായി കൊണ്ടായിരുന്നു ആ വീട്. കാർ അങ്ങോട്ട് എത്തിയതും അമ്പരപ്പോടെയാണ് ഹരിത ചുറ്റും നോക്കിയത്. തനിക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരത്തിലുള്ള വലിയ സമ്പന്നരാണ് അവരെന്ന് ആ നിമിഷമാണ് ഹരിതയ്ക്ക് മനസ്സിലായത്. അതെ, അത്രമേൽ പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു കാർത്തിക്കിന്റെ വീട്. ആ വീട് കൂടെ കണ്ടപ്പോൾ ഹരിതയുടെ മനസ്സിലെ പേടി ഒന്നുകൂടി കൂടി. ഇത്രയും വലിയ വീട്ടുകാരെന്തിന് തന്നെ പോലെ ഒന്നുമില്ലാത്തവളെ വന്ന് പെണ്ണെടുക്കണം? അത് തന്നെ ആലോചിക്കുമ്പോൾ അറിയാമല്ലോ, അനു പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യം ഇതിനു പിന്നിലുണ്ടെന്ന്. താൻ ഇനി ഈ വീടിന്റെ പുറം ലോകം കാണുമോ? ആ പടുകൂറ്റൻ ബംഗ്ലാവിലേക്കായിരുന്നു അനുവിന്റെ നോട്ടം മുഴുവനും. തന്നെപ്പോലൊരാൾക്ക് വേലക്കാരിയായി പോലും ഒരിക്കലും കാലുകുത്താൻ കഴിയാത്ത അത്രയും വലിയ വീട്ടിലേക്കാണ് ഈ വീട്ടിലെ ഒരാളുടെ ഭാര്യയായി താൻ കയറി വരുന്നത്. അവളുടെ ശരീരമാകെ അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോൾ ഇറങ്ങിക്കേ. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ അവളോട് പറഞ്ഞു. കാർത്തിക് അപ്പോൾ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈ നീട്ടി അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു. ഹരിത ഇറങ്ങ്, അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവനെ ഒന്ന് നോക്കി. കാർത്തിക് അപ്പോൾ സൗമ്യനായി പുഞ്ചിരിക്കുകയായിരുന്നു. അവളുടെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ അവൾ ആകെ പേടിച്ചിരിക്കുകയാണെന്ന് കാർത്തിക്കിന് മനസ്സിലായി. അവൻ അപ്പോൾ കാറിൽ ഇരുന്നു കൊണ്ട് മെല്ലെ അവളുടെ കവിളിൽ ഒന്നു തൊട്ടു. എന്താ ഹരിത, താൻ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ദേ, നമ്മുടെ വീടെത്തി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാനും അച്ഛനും മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ എന്താവശ്യത്തിനും ജോലിക്കാരും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. ഹരിതയ്ക്ക് ഒന്നും പേടിക്കാനില്ല ഇവിടെ. ഇറങ്ങിക്കേ.
കാർത്തിക് വളരെ സൗമ്യമായി വളരെ സ്നേഹത്തോടെയാണ് അത് പറഞ്ഞത്. പെണ്ണ് കണ്ട സമയം മുതൽ ഇപ്പോൾ വരെ കാർത്തിക് വളരെ മാന്യമായാണ് പെരുമാറുന്നത്. അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഹരിതയുടെ ഉള്ളിൽ കിടക്കുന്ന ആ വലിയൊരു ഭാരം ആരോട് പറയും? അവൾ വീടിനെ ഒന്ന് ചുറ്റും നോക്കി. ഈ വീട്ടിൽ വെച്ചാണല്ലോ ആ പെൺകുട്ടി മരിച്ചത്. അവളുടെ നെഞ്ച് വീണ്ടും പടപടായെന്ന് ഇടിക്കാൻ തുടങ്ങി. മോൾ ഇറങ്ങുന്നില്ലേ? കാറിന് പുറത്തുനിന്ന് അച്ഛൻ അപ്പോൾ അവളോട് ചോദിച്ചു. എന്തൊക്കെയോ ചിന്തകളിൽ നിന്ന് അവൾ ഒന്ന് പെട്ടെന്ന് ഞെട്ടിയ പോലെ അച്ഛനെ നോക്കി. പിന്നെ മെല്ലെ കാറിൽ നിന്ന് ഇറങ്ങി. അവൾ ഇറങ്ങിയ ശേഷം കാർത്തിക് കാറിന്റെ ഡോർ അടച്ചു. ഉമ്മറത്തപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവരെ വരവേൽക്കാൻ നിലവിളക്കും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. കാർത്തിക്കിന് അമ്മയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അല്ലെങ്കിലും നിലവിളക്ക് പിടിച്ചു നിൽക്കുന്ന സ്ത്രീയെ കണ്ടാൽ അമ്മയാണെന്നൊന്നും പറയില്ല. അത്യാവശ്യം പ്രായം തോന്നിക്കുന്നുണ്ട്. മുത്തശ്ശിയോ മറ്റോ ആവും. അവളൊന്ന് അവരെ നോക്കി. അവളെ കണ്ടപ്പോൾ ആ സ്ത്രീ മനസ്സ് തുറന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഹരിത വന്നേ, കാർത്തിക് അപ്പോൾ അവളോട് പറഞ്ഞു. ശേഷം അവൻ മുന്നോട്ട് നടന്നു. അവനോടൊപ്പം മെല്ലെ കാലുകൾ വെച്ച് അവളും നടന്ന സ്റ്റെപ്പിനരികിലെത്തി. കുറെ നേരമായി കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഞാൻ. എപ്പോഴാ എത്തുക എന്നോർത്തിട്ട്. മോള് കാലൊന്ന് കാണിച്ചേ, ഒന്ന് കഴുകിക്കോട്ടെ. പ്രായമായ സ്ത്രീയുടെ അടുത്ത് മൊന്തയിൽ വെള്ളവും പിടിച്ച് മറ്റൊരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ ഹരിത മെല്ലെ അവളുടെ കാല് കാണിച്ചു. വെളുത്ത വിരലുകളുള്ള സ്വർണ്ണക്കൊലുസ് അണിഞ്ഞ അവളുടെ പാദങ്ങളിലേക്ക് അവർ വെള്ളമൊഴിച്ച് കഴുകി. ശേഷം നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും തലയിലേക്ക് അരിയും പൂവും എറിഞ്ഞു. തെളിഞ്ഞു കത്തുന്ന ആ നിലവിളക്ക് പ്രായമായ സ്ത്രീ അവൾക്ക് നേരെ നീട്ടി. വലതുകാല് വെച്ച് കയറിക്കോ. അവരത് പറഞ്ഞപ്പോൾ ഹരിത അവളുടെ കൈ നീട്ടി ആ നിലവിളക്ക് വാങ്ങി. ശേഷം അവളുടെ നേർത്ത പാദങ്ങൾ എടുത്തുവെച്ച് കാർത്തിക്കിന്റെ ജീവിതത്തിലേക്ക്, കാർത്തിക്കിന്റെ വീട്ടിലേക്ക് അവന്റെ പാതിയായി അവൾ കയറി. ഡൈനിങ് ഹാളിലെത്തി വിളക്ക് അവിടെ കൊണ്ടുവച്ചു. കാർത്തിക് അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കുഞ്ഞിന് ഡ്രസ്സ് മാറണ്ടേ? വിളക്ക് കൊടുത്ത പ്രായമായ സ്ത്രീ അവളോട് ചോദിച്ചു. വേണം, അവൾ പറഞ്ഞു. പോയി ഡ്രസ്സ് മാറിക്കോളൂട്ടോ, മുകളിലാ നമ്മുടെ മുറി. കാർത്തിക് അപ്പോൾ അവളെ നോക്കി. അവൾ അപ്പോൾ കാർത്തിക്കിനെയും ഒന്ന് നോക്കി. ചെല്ല്, പോയി ഡ്രസ്സ് മാറിക്കോ. വിഷമിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. കാർത്തിക് അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. മനസ്സിലൊരു പേടിയോടെ തന്നെയാണ് അവൾ ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് ചെന്നത്. അവളോടൊപ്പം പ്രായമായ സ്ത്രീയും മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ദേ, ഇതൊക്കെ മോൾക്ക് വേണ്ടി വാങ്ങിവെച്ചതാ. ആ സ്ത്രീ അലമാരയുടെ ഡോർ തുറന്ന് അവൾക്ക് നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അലമാരയിൽ കണ്ട ഒരു കൂട്ടം ഡ്രസ്സുകൾ കണ്ട് ഹരിതയുടെ കണ്ണൊന്ന് തള്ളി. അവൾ ഒന്ന് മെല്ലെ അലമാരയ്ക്കരികിലേക്ക് ചെന്നു. പല നിറത്തിൽ പല തരത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നു അലമാരയിൽ ഡ്രസ്സുകൾ. ഇതൊക്കെ എനിക്കാണോ? അവൾ അവരോട് ചോദിച്ചു. പിന്നല്ലാതെ, കാർത്തിക് മോന്റെ ഭാര്യക്ക് അവൻ വാങ്ങി വെച്ചതാ. എല്ലാം മോൾക്കാ. ആ പ്രായമായ സ്ത്രീ അത് പറഞ്ഞപ്പോൾ ഹരിത അതെല്ലാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയായിരുന്നു. അച്ഛനും അമ്മയും മരിച്ച ശേഷം ഒരു നല്ല ഡ്രസ്സ് പോലും അമ്മാവനും അമ്മായിയും വാങ്ങി തന്നിട്ടില്ല. അങ്ങനെ ഒരു വീട്ടിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന താൻ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അവൾ അതെല്ലാം കണ്ണെടുക്കാതെ ഒന്ന് നോക്കി. ഇവിടുത്തെ മുത്തശ്ശിയാണോ? അവൾ അപ്പോൾ ആ പ്രായമായ സ്ത്രീയോട് അതാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാ മുത്തശ്ശിയാണ്. മോൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. കാർത്തി എന്നെ ശ്രീദേവി അമ്മയെന്നാ വിളിക്കാറ്. മോളും അങ്ങനെ വിളിച്ചാൽ മതി. ദേ, ഇവളുടെ പേര് രമ. ഞങ്ങള് രണ്ടാളും ഇവിടുത്തെ ജോലിക്കാരാ കുഞ്ഞെ. ആ സ്ത്രീ അത് പറഞ്ഞപ്പോൾ ഹരിത ഒന്ന് അവരെ തന്നെ നോക്കി. അവർ രണ്ടുപേരും അപ്പോൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് കയറുമ്പോൾ നിലവിളക്ക് കൊടുത്തതും കാലു കഴുകിച്ചതും അവർ രണ്ടുപേരുമാണ്. കാർത്തിക്കിന്റെ അടുത്ത ബന്ധുക്കളാണെന്നാണ് അവൾ കരുതിയത്. പക്ഷേ ജോലിക്കാരാണെന്ന് അവർ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെട്ടുകയാണുണ്ടായത്. ജോലിക്കാരാണെങ്കിലും കാർത്തിക് മോനും സാറും ഞങ്ങളെ അങ്ങനെ കാണാറില്ല. ഒരു കുടുംബത്തെ പോലെയാ ഞങ്ങളിവിടെ. എനിക്ക് മക്കളില്ല. പക്ഷേ കാർത്തിക് മോന്റെ ഭാര്യക്ക് വിളക്ക് തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പാവമാ മോളെ കാർത്തിമോൻ. ആദ്യം കല്യാണം കഴിഞ്ഞ പെങ്കൊച്ചിന് എന്ത് സുഖമായിരുന്നെന്നറിയാമോ ഇവിടെ? പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിനു വേണ്ടേ? അതിന് ഏതൊക്കെയോ പയ്യന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. സാറിന്റെ ഫ്രണ്ടിന്റെ മോളായിരുന്നു. ആ ഒരു ബന്ധം വെച്ച് അവന് പെണ്ണെടുത്തതാ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോളാ അറിഞ്ഞത് അതിന് വേറെ കാമുകന്മാരൊക്കെ ഉണ്ടെന്ന്. അവൻ എത്രയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും അത് അതിന്റെ പാട്ടിന് പോകുമായിരുന്നു. 2 മാസം അതിവിടെ ജീവിച്ചു. അതിന് തോന്നിയ പോലെ ആയിരുന്നു. ഒടുക്കം വയറ്റിലുണ്ടായപ്പോൾ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തത്. കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ കാർത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു അതിന്. അങ്ങനെ നോക്കുമ്പോൾ വയറ്റിലുണ്ടായാൽ എല്ലാവരോടും സമാധാനം പറയേണ്ടി വരില്ലേ? അതിന് മരിക്കേണ്ടായിരുന്നു. അതിന്റെ അവകാശിയുടെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ കാർത്തിക്കിന്റെ സ്നേഹവും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അതിന് കാർത്തിക്കിനെ ചതിക്കാൻ തോന്നിയില്ല. അവനോട് ചെയ്തു പോയ ചതി ഓർത്തിട്ടാ അത് ആത്മഹത്യ ചെയ്തത്. അത്രയ്ക്ക് പാവമാ കാർത്തി.
ഇത്രയൊക്കെ സ്വത്തുണ്ടെങ്കിലും അതിന്റെ ഒരു അഹങ്കാരവും ആ കുഞ്ഞിനില്ല. ആരുടെ മുന്നിൽ വേണമെങ്കിലും ഭൂമിയോളം താഴും അവൻ. കാർത്തിക്കിനെ പോലെ ഒരു പയ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മോള് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. താഴ്ത്തും തലയിലും വെക്കാതെ മോളെ നോക്കും. അതുകൊണ്ടല്ലേ മോളുടെ കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞറിഞ്ഞപ്പോൾ മോളെ തന്നെ മതിയെന്ന് അവൻ പറഞ്ഞത്. അവരതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഹരിത വല്ലാതെ ഞെട്ടുകയാണുണ്ടായത്. അവൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് അവൾക്ക് മനസ്സിലായി. കാർത്തിക്കും അച്ഛനും തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതൽ വളരെ മാന്യമായ പെരുമാറ്റമാണ്. എങ്കിലും ആദ്യ ഭാര്യ മരിച്ച കാരണവും മറ്റും അനു പറഞ്ഞറിഞ്ഞപ്പോൾ ആ ഒരു പേടിയോടെയാണ് താൻ ഈ നിമിഷം വരെ കാർത്തിക്കിനെ കണ്ടത്. പക്ഷേ ഇവിടെ ജോലിക്ക് നിൽക്കുന്നവർ തന്നെ ഇത്ര സ്നേഹത്തോടെ കാർത്തിക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അതായിരിക്കുമല്ലോ സത്യം. അവര് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ശരിക്ക് വിഷമം വരികയാണുണ്ടായത്. അവര് പറഞ്ഞ പോലെ തന്നെ കാർത്തിക് നല്ലവനാണെന്ന് അവൾക്കും തോന്നി. കാരണം രണ്ടാം കല്യാണമാണെങ്കിലും ഇത്രയും കാശുള്ള ഒരാൾക്ക് അവരുടെ ലെവലിനനുസരിച്ച് പെണ്ണ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നിട്ടും തന്നെ പോലെ ഒരാളെ വന്ന് പെണ്ണെടുത്തില്ലേ? അതും അമ്മാവിന്റെ ഒക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരിടത്ത് വന്ന് എന്നെ വിവാഹം ചെയ്തില്ലേ? അവര് പറഞ്ഞതെല്ലാം കേട്ട് മനസ്സിൽ വലിയൊരു ഐസ് കട്ട വീണ പോലെ ഉണ്ടായിരുന്നു അവൾക്ക്. വലിയൊരാശ്വാസത്തോടെ അവൾ അവിടെ നിന്നു. അവളുടെ സ്വർണം അയച്ചു മാറ്റാനും ഡ്രസ്സ് മാറാനുമൊക്കെ അവർ അവളെ സഹായിച്ചു. ഡ്രസ്സെല്ലാം മാറ്റി കഴിയുമ്പോഴേക്കും അവരുമായി ഹരിത വല്ലാതെ അടുത്തിരുന്നു. നല്ല സ്നേഹമായിരുന്നു ശ്രീദേവി അമ്മയ്ക്കും രമചേച്ചിക്കും അവളോട്. ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് അവരോടൊപ്പം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ കാർത്തിക്കും അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു. അവര് പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഹരിതയുടെ മുഖത്തപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹരിതയെ കാർത്തിക് ഒന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖം വല്ലാതെ തെളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. അവൻ അപ്പോൾ സോഫയിൽ ഇരുന്നു കൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ആള് മാറിയല്ലോ, കല്യാണപ്പെണ്ണ് വീട്ടുകാരിയായല്ലോ, മോളിങ്ങ് വന്നേ. കാർത്തിക്കിന്റെ അച്ഛൻ അവൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു. ചിരിച്ചുകൊണ്ട് അവൾ അച്ഛനരികിലേക്ക് ചെന്നു. ഇവിടെ ഇരുന്നേ. അച്ഛൻ അപ്പോൾ കാർത്തിക്കിന്റെയും അച്ഛന്റെയും ഇടയിലുള്ള സ്ഥലത്ത് കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ ഇരിക്കണോ എന്ന ഒരു മടിയോടെ ഒന്ന് അവരെ നോക്കി. ഇങ്ങോട്ടിരിക്കെ, അച്ഛന് കുറച്ച് സംസാരിക്കാനാ. അച്ഛൻ അത് പറഞ്ഞപ്പോൾ അവൾ മെല്ലെ കാർത്തിക്കിനും അച്ഛനും നടുവിലായി ഇരുന്നു. ഇരിക്കുമ്പോൾ അവൾ ഒന്ന് കാർത്തിക്കിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവി അമ്മേ, മോൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ ചായ എടുത്തോളൂ കേട്ടോ. അച്ഛൻ അപ്പോൾ ശ്രീദേവി അമ്മയോട് പറഞ്ഞു. ഇപ്പൊ കൊണ്ടുവരാം സാർ. അത് പറഞ്ഞ് ശ്രീദേവി അമ്മയും രമയും വേഗം അടുക്കളയിലേക്ക് ചെന്നു. മോൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. എല്ലാത്തിനും ശ്രീദേവി അമ്മയും രമയും ഉണ്ടാകും. പിന്നെ ഓഫീസിൽ പോകുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം ഞാനും ഇവനും ഇവിടെ കാണും. അച്ഛൻ മോളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാർത്തിയുടെ കാര്യം മോൾക്ക് അറിയാമെന്ന് അച്ഛൻ വിചാരിക്കുന്നു. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് 2 മാസം കൊണ്ട് തന്നെ ആ ബന്ധം തീർന്നു. 2 മാസം അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല അവർ. കൂട്ടുകാരന്റെ മോളെ അവനു വേണ്ടി ആലോചിച്ചത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാണാനൊക്കെ നല്ലൊരു കൊച്ചായിരുന്നു. ഞങ്ങൾക്കതിനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ലാസ്റ്റ് ആത്മഹത്യ ചെയ്ത് അത് തന്നെ അങ്ങ് പോയി. വിഷമമുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തെറ്റല്ലല്ലോ. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പൊ മുതൽ നിങ്ങൾ രണ്ടാളും നന്നായിട്ട് ജീവിക്കണം. അതുമാത്രം കണ്ടാൽ മതി അച്ഛന്. വീണ്ടും ഒരു കല്യാണത്തിന് ഇവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനാ നിർബന്ധിച്ചത്. എന്നായാലും ഒരു കൂട്ടു വേണ്ടേ? ബ്രോക്കറുടെ കയ്യിൽ മോളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മോളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ബന്ധമല്ലെന്ന് പറഞ്ഞ് അയാൾ മോളുടെ ഫോട്ടോ മാറ്റി പകരം മറ്റു പെൺകുട്ടികളെ കാണിച്ചു. പക്ഷേ മോളുടെ നിഷ്കളങ്കമായ മുഖവും ചിരിയും ഒക്കെ കണ്ടപ്പോൾ മോള് തന്നെ മതിയെന്ന് ഞങ്ങൾക്ക് തോന്നി. അമ്മാവൻ ബാധ്യത ഒഴിവാക്കാനെന്ന പോലെ ബ്രോക്കറോട് മോൾക്ക് പയ്യനെ നോക്കണമെന്ന് പറഞ്ഞതായിരുന്നു അത്രേ. സ്ത്രീധനമൊന്നും തരാൻ പറ്റില്ലെന്ന് എടുത്തു പറഞ്ഞിരുന്നു. ഒന്നും വേണ്ട, മോളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മോൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് കരുതിയാണോ എന്തോ അറിയില്ല. ആദ്യം അമ്മാവൻ എതിർത്തു. പിന്നെ സാമ്പത്തികമായി കുറച്ച് പൈസ ഓഫർ ചെയ്തപ്പോൾ സമ്മതിച്ചു. എന്തായാലും ഓഫർ ചെയ്ത പൈസയൊക്കെ ഇന്ന് ഞാൻ ബ്രോക്കറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വീട് മാറ്റി പണിയണമെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അത് കൊടുത്തതിൽ വിഷമമൊന്നുമില്ല. മോളെ ഇവൻ ആഗ്രഹിച്ചു. അവര് മുടക്കം പറഞ്ഞപ്പോൾ കല്യാണം നടന്നു കിട്ടാൻ ചോദിച്ച പൈസ കൊടുത്തു എന്നേയുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നത്, കാർത്തിക്ക് അമ്മയില്ലെന്ന് മോൾക്കറിയാലോ. ഇനി അവന്റെ എല്ലാം മോളാണ്. അമ്മയും അച്ഛനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷമം മോൾക്കും അറിയാമല്ലോ. അവനൊരു കൂട്ടിനു വേണ്ടിയായിരുന്നു ആദ്യ വിവാഹം നടത്തിയത്.
പക്ഷേ അത് അവന് വലിയൊരു സങ്കടമായി തീർന്നു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് അവന്റെ എല്ലാ വിഷമങ്ങളും മാറണം. അവന്റെ മാത്രമല്ല, മോളുടെയും. കേട്ടോ, നന്നായിട്ട് ജീവിക്കണം രണ്ടുപേരും. അച്ഛൻ അത് മാത്രം കണ്ടാൽ മതി. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. അവളുടെ മുടിയിൽ ഒന്ന് കൈവച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവളുടെ അരികിലിരിക്കുന്ന കാർത്തിക്കിനെ നോക്കി. കാർത്തിക് അപ്പോൾ അവളെ നോക്കി ചിരിക്കുകയായിരുന്നു. ബ്രോക്കർ കാണിച്ച പെൺകുട്ടികളിൽ എനിക്ക് മനസ്സിനിണങ്ങിയ ഒരാളായിട്ട് തോന്നിയതിൽ ഹരിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ അച്ഛനെ നല്ലപോലെ നോക്കുന്ന, എന്റെ അമ്മയ്ക്ക് പകരമാവാൻ കഴിയുന്ന ഒരാൾ വേണം. അത്രയുമേ ആഗ്രഹമുള്ളൂ. ഹരിതയ്ക്ക് അതാകാൻ കഴിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഹരിതയുടെ കണ്ണ് നിറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. കാർത്തിക് അത് പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു. കരഞ്ഞുകൊണ്ടാണ് അവൾ ചിരിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അപ്പോൾ സോഫയിലിരിക്കുന്ന അവളുടെ കയ്യിൽ ഒന്ന് മെല്ലെ പിടിച്ചു. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ അപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവിയമ്മ അപ്പോഴേക്കും അവിടേക്ക് ചായ കൊണ്ടുവന്നു. ചായ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഹരിത വേഗം സോഫയിൽ നിന്ന് എണീറ്റ് അത് വാങ്ങി അച്ഛനും കാർത്തിക്കിനും കൊടുത്തു. മോളുകൂടി ഇരിക്കേ. അച്ഛൻ അത് പറഞ്ഞ് അവളെ അവിടെ സോഫയിൽ തന്നെ ഇരിപ്പിച്ചു. അവൾ അവരോടൊപ്പം ചായ കുടിച്ചു. ഏറെ നേരം സംസാരിച്ചു. ജീവിതത്തിൽ ഇന്നോളമില്ലാത്ത എന്തൊക്കെയോ സന്തോഷങ്ങൾ ആ കുറഞ്ഞ നിമിഷങ്ങളിൽ ഹരിത അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാർത്തിക്കും അച്ഛനും എത്ര പാവമാണെന്ന് അവൾക്ക് തോന്നി. അവരോടൊപ്പം ഇരുന്നപ്പോൾ സമയം പോയതറിയുന്നേ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നേരം ഇരുട്ടിയ പോലെ അവൾക്ക് തോന്നി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് ശ്രീദേവിയമ്മ അവളെ റൂമിലാക്കി. കട്ടിലിൽ കാർത്തികിനെയും കാത്തിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പൂർണ്ണ സന്തോഷമുണ്ടായിരുന്നു. അവൾ പേടിച്ച പോലെയോ ഭയപ്പെട്ട പോലെയോ ഉള്ള ഒരു സാഹചര്യത്തിലല്ല അവൾ എത്തിയിരിക്കുന്നതെന്ന് അവൾക്കപ്പോൾ അറിയാമായിരുന്നു. കാർത്തിക്കും അച്ഛനും അത്രയ്ക്ക് പാവമാണെന്നും അവൾക്കറിയാമായിരുന്നു. ഇന്നോളമുള്ള തന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് ദൈവം കൊണ്ടെത്തിച്ചു തന്ന ഒരിടം പോലെ അവൾക്ക് അവിടം തോന്നി. സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കാർത്തിക് മുറിയിലേക്ക് വന്നത്. കാത്തിരുന്ന് മുഷിഞ്ഞോ? കാർത്തിക് റൂമിന്റെ ഡോർ അടയ്ക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അവൾ അത് പറഞ്ഞുകൊണ്ട് വേഗം കട്ടിലിൽ നിന്ന് എണീറ്റു. കാർത്തിക് അപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കട്ടിലിനടുത്തുള്ള ടേബിളിലേക്ക് വെച്ച് കട്ടിലിലേക്ക് വന്നിരുന്നു. ഹരിത ഇവിടെ ഇരുന്നേ. അവൻ അത് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ അരികിൽ ഇരുത്തി. എന്നിട്ട് അവളെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. ഹരിതയും അപ്പോൾ അവനെ നോക്കി. അവനെ തെറ്റിദ്ധരിച്ചു പോയതിന്റെ കുറ്റബോധമുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. അപ്പോൾ അവനോടത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അവന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. രാവിലെ കണ്ടതിലും ആൾ ഉഷാറായല്ലോ, മുഖമൊക്കെ തെളിഞ്ഞല്ലോ, പേടിയൊക്കെ മാറിയോ? കാർത്തിക് അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മാറി, അവൾ അവനെ നോക്കി പറഞ്ഞു. ഹരിതയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ബ്രോക്കർ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹരിതയോട് തോന്നിയ ഇഷ്ടത്തിന് അളവില്ല. ആ ഇഷ്ടം അതിന്റെ 100 ഇരട്ടിയായി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഹരിതയ്ക്ക് ആരുമില്ലെന്ന വിഷമം ഇനി ഉണ്ടാകരുത് കേട്ടോ. എല്ലാവർക്കും പകരക്കാരനായി ഞാനുണ്ടാകും ഈ ജന്മം മുഴുവൻ. വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ഉള്ളിൽ തട്ടി അവനത് പറഞ്ഞപ്പോഴേക്കും ഹരിതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ അത്രത്തോളം അവളുടെ ഉള്ളിനെ സ്പർശിച്ചിട്ടുണ്ടെന്ന് അവനും മനസ്സിലായി. അവളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തന്നെയായിരുന്നു അതിനുത്തരം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ കാർത്തിക് തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. ആശ്വസിപ്പിക്കാൻ പറഞ്ഞത് കരച്ചിലിനിടയാക്കിയോ? അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് പുതിയൊരു ജീവിതം ഇന്ന് തുടങ്ങുകയാണ്. ഹരിതയെ പോലെ തന്നെ എനിക്ക് അമ്മയില്ല. എനിക്കൊരമ്മയുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും എല്ലാം സ്ഥാനത്തിന് ഹരിതയാണ്. എന്റെ അച്ഛന് ഒരു മോളുടെ സ്ഥാനത്തും അത്രയ്ക്കിഷ്ടമാണ് ഞങ്ങൾക്ക് തന്നെ. അവനത് പറഞ്ഞ് അവളുടെ നെറുകിൽ പതിയെ ചുണ്ട് ചേർത്ത് ഉമ്മ വെച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ഹരിത അവനെ നോക്കി. അതുവരെ അവൾ അടക്കി പിടിച്ചിരുന്ന എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ തന്നോട് ചേർത്ത് മുറുക്കിക്കൊണ്ട് കാർത്തിക് ഒന്നുകൂടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ആരുമില്ലാതെ, ഒരു പായ് വസ്തുവിന്റെ വില പോലുമില്ലാതെ അമ്മാവന്റെ വീടിന്റെ ഒരു മൂലയ്ക്ക് കിടന്നിരുന്ന ഹരിതയ്ക്ക് കാർത്തിക് എന്ന ചെറുപ്പക്കാരനോട് അളവില്ലാത്ത സ്നേഹം തോന്നുകയായിരുന്നു. അപ്പോൾ തന്റെ എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞുകൊണ്ട് സ്ത്രീധനമോ പൊന്നോ ഒന്നും മോഹിക്കാതെ തന്നെ സ്വന്തമാക്കിയ അവനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അവനെ എങ്ങനെ സ്നേഹിച്ചാൽ മതിയാകുമെന്നും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു.
കാർത്തിക് അപ്പോൾ അവളുടെ മുടിയിലൂടെ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ അവളോട് അളവില്ലാത്ത പ്രണയമുണ്ടായിരുന്നു. അല്പനേരം അവളെ തലോടി ആശ്വസിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവൻ അവളുടെ മുഖം അവന്റെ നേരെ ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇങ്ങനെ കരഞ്ഞിരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഹരിത ഇന്നോളം അനുഭവിച്ച എല്ലാ വിഷമങ്ങളും ഇന്ന് ഈ സമയം കൊണ്ട് തീരുകയാണ്. ഇനി തനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അതെല്ലാം എന്റേതും കൂടിയാണ്. ഒരുമിച്ച് അനുഭവിക്കാം. ചെറിയ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ഇനി മുതൽ. അവൻ അത് പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മെല്ലെ ഒന്ന് ഉമ്മ വെച്ചു. ഒന്ന് ഇക്കിളിയായ പോലെ അവൾ അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചു. അവൻ അപ്പോൾ അവളെയും കൊണ്ട് മെല്ലെ കട്ടിലിലേക്ക് വീണു. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കഴുത്തൊന്ന് മെല്ലെ താഴ്ത്തി. വെളുത്ത കട്ടിയുള്ള അവളുടെ മാറിലേക്ക് മെല്ലെ അവന്റെ ചുണ്ട് ചേർത്ത് ഒരു ഉമ്മ വെച്ചു. ആ ഉമ്മ അവളുടെ 2 മാറുകൾക്കിടയിൽ പതിഞ്ഞപ്പോൾ അവൾ അവന്റെ കഴുത്തിലേക്ക് കൈ ചേർത്ത് പിടിച്ചു. കാർത്തിക് പതിയെ അവളുടെ ഡ്രസ്സ് ഒന്നുകൂടെ താഴ്ത്തി. ഒരിക്കൽ കൂടി അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. വീണ്ടും ഉമ്മകൾ കൊണ്ട് മൂടാനായി ഡ്രസ്സ് കൂടുതലായി മാറ്റാൻ തുടങ്ങി. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, അത്രമേൽ ഇഷ്ടത്തോടെ അവൾ അവനോട് ചേരുകയായിരുന്നു. അപ്പോൾ ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. പണത്തിന്റെയും സ്വത്തിന്റെയും സ്ത്രീധനത്തിന്റെയും ഒക്കെ അപ്പുറത്ത് സ്നേഹത്തിന്റെ ത്രാസുകൊണ്ട് വലിയവരാവുന്ന ചിലർ. കാർത്തിക് എന്ന ചെറുപ്പക്കാരൻ, മനസ്സിൽ നന്മ ധാരാളമുള്ള ചെറുപ്പക്കാരൻ, ആരോരുമില്ലാത്ത ആ പാവം പിടിച്ച പെണ്ണിന് എല്ലാം ആവുകയായിരുന്നു. അവിടം മുതൽ ആദ്യ രാത്രിക്കായി കട്ടിലിൽ വാരി വിതറിയ റോസാപ്പൂക്കൾ അവരുടെ സ്നേഹത്തിനു മുൻപിൽ ഞെരിഞ്ഞമരുമ്പോൾ ഒരു വേദനയോടെ കാർത്തിക്കിന് തന്റെ എല്ലാം നൽകുമ്പോൾ ഈ ലോകത്തേക്ക് വെച്ച് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായിരുന്നു അത്. പ്രാണനായി സ്നേഹിക്കുന്ന ഒരാണിന്റെ കൂട്ട് ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പരം എന്താണ് ഒരു പെണ്ണിന് വേണ്ടത്? അതെ, കാർത്തിക് എന്ന ആൺകുട്ടി നിധിയേക്കാൾ മഹത്വമുള്ളവനാണ്. അവളുടെ സ്വന്തം നിധി.